BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞെട്ടിപ്പോയി. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന BJPയുടെ വളർച്ച പ്രതീക്ഷയ്ക്കപ്പുറമെന്ന്. ഇത് BJPയുടെ വളർച്ചയിലും അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലും ഒക്കെ CPIക്കാണ് നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതെ, തൃശ്ശൂരിലെ ഫലം നമ്മൾ നോക്കിക്കേ, CPIക്കല്ലേ നഷ്ടം ഉണ്ടായത്. തിരുവനന്തപുരത്ത് പാർലമെന്റ് സീറ്റിൽ 3-ാം സ്ഥാനത്തേക്ക് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് CPI കുറെ കാലമായിട്ട്. അപ്പോൾ മൊത്തത്തിൽ CPIക്കാണ് നഷ്ടം. അതുകൊണ്ടാണ് അവർ അത്രത്തോളം ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താനിടയാക്കിയത്. ഇതിലിപ്പോൾ ഈ പ്രസ്താവനയിലൊരു പ്രശംസ കൂടിയുണ്ട്. കാരണം തങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആ പാർട്ടി വളർന്നു എന്ന് പറഞ്ഞാൽ സ്വയം ഒരു കുറ്റസമ്മതമാണ് വിജയനാഥ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അവരുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയാണ്. അങ്ങനെ വേണ്ട ഒരു പാർട്ടിയാണ്. അല്ലാതെ ദന്തഗോപുരങ്ങളിലിരുന്നു കൊണ്ട് വഴിയിൽ കൂടി പോകുന്ന കാഴ്ചകൾ കാണുക എന്നുള്ളതല്ല. ജനങ്ങളുടെ ഭാഗമായി അതുമായിട്ട് ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്താവനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് റിയാലിറ്റീസ്, തൃണമൂല തരത്തിലുള്ള സത്യങ്ങൾ അവിടെ വെച്ച് തന്നെ നമ്മൾ അറിയുകയാണ്. അപ്പോൾ ഒരു പാർട്ടി തുറന്നു സമ്മതിക്കുകയാണ് ഇവിടെ തങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആ പാർട്ടി വളർന്നു പോയി എന്ന് പറയുമ്പോൾ അതൊരു കൺഫെഷനാണ്, ഒരു കുമ്പസാരം. അതായത് ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് CPMഉം മറ്റുള്ളവരെല്ലാവരും, CPIയുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്, നിങ്ങൾ അണികളില്ലാത്ത നേതാക്കൾ മാത്രമുള്ള ഒരു പാർട്ടിയാണെന്ന് പറയുന്നത്. കാരണം നേതാക്കൾ ഇങ്ങനെ ബിനോയ് വിശ്വത്തിനെ പോലെ കാലഹരണപ്പെട്ട പാതിരിയെപ്പോലെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവരെന്നെ തിരിച്ചറിയേണ്ടതായിരുന്നു. ഇവരുടെ അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനം ഇതിലേക്ക് വഴിവെക്കുമെന്ന് മുൻപേ കൂട്ടിക്കാണേണ്ടതായിരുന്നു. അത് കാണുന്ന ആ പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തിയതിൽ വന്ന പരാജയമാണ് CPI അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CPM പക്ഷേ അങ്ങനല്ല. നേതാക്കളൊക്കെ CPIയിലേക്ക് പോയപ്പോൾ അണികളിലൊരു വിഭാഗം CPMൽ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും സ്ഥിതി സമത്വം, ആ പണക്കാരൻ്റെ എല്ലാം കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്ന പണമെല്ലാം നമുക്ക് ഓസിനിങ്ങനെ കിട്ടും എന്ന് വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളും പേറി നടക്കുന്ന താടി വളർത്തിയ യുവാക്കളുടെ ഒരു വൻനിര ഇപ്പോഴും അതിലുണ്ട്, വിട്ടുപോയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടറി മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും BJP കടന്നു കയറിയിട്ടുണ്ട് എന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നും അവർ തുറന്ന പരാജയം. ഒരിക്കലും അവർ അങ്ങനെ പറയുന്നതല്ല. അതെ, പക്ഷെ പറഞ്ഞു 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനു മുമ്പ് എന്തൊരു വീരവാദമായിരുന്നു. ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്ന കേരളത്തിലോ, ഇത് കേരളമാണ്, ഇത് നമ്പർ 1 ആണെന്ന് പരമപരിഹാസമല്ലേ? അതല്ല വേണ്ടത്. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ചേർന്ന് പ്രവർത്തിക്കണം. നിങ്ങളുടെ അണികൾ തന്നെയാണ് BJPയിലേക്ക് പോകുന്നത്. ഈ CPIയുടെ അണികൾ പലരും BJPയിലേക്ക് പോയി ഞാൻ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നിത്യമായിട്ട് ഇത് സംഭവിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്കവരെ കൂടെ നിർത്താനും കഴിയുന്നില്ല. CPMന് അതിന് കഴിവുണ്ട്. അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ കിഫ്ബിയിലുള്ള അപ്പോയിൻറ്റ്മെൻറ്റുകൾ മുഴുവൻ അതിലെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവരുടെ പാർട്ടിയെ സഹായിച്ച വീട്ടിൽ നിന്ന് ഓരോരുത്തർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒന്ന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലായിരിക്കും, നമുക്കറിയാമല്ലോ. അവിടെ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത പലരും പെൻഷനും വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ കഴിഞ്ഞുകൂടി ജീവിച്ചു പോട്ടെ. CPM അത് ഉറപ്പാക്കിയിട്ടുണ്ട്. CPI ആദർശ ബുദ്ധിശാലികളായിട്ട് വായാടി വിപ്ലവം കൊണ്ട് നടന്ന് അവരുടെ അണികളൊക്കെ അസംതൃപ്തരാണ്. വിജയനാഥ് എത്ര നാളായി സഹിക്കുന്നത്? ഇപ്പോൾ വരും വിപ്ലവം എന്ന്, ഇപ്പോൾ വരും മക്കളെ കോഴിക്ക് മുല എന്ന് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതും കൊണ്ട് ആ മുല കുടിച്ച് ജീവിക്കാൻ പറ്റുമോ? നിരാശരാണ്, അവർക്ക് ജീവിക്കണം. മറ്റുള്ളവരുടെയൊക്കെ മക്കൾ വിദേശങ്ങളിൽ പോയി പഠിക്കുന്നു, ഇവരുടെ മക്കൾക്ക് പറ്റുന്നില്ല, തൊഴിൽ കിട്ടുന്നില്ല. തൊഴിലില്ലാത്ത യുവാക്കളായിട്ട് ഇങ്ങനെ അലയുകയാണ്. പലപ്പോഴും കഞ്ചാവിൻ്റെയൊക്കെ അടിമകളായിട്ടും പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിങ്, സാമൂഹിക സ്ഥിതി. ഇനി ഈ പാർട്ടിയിൽ നിന്നിട്ട് എന്ത് കാര്യമെന്ന് അവർ ചിന്തിച്ചാൽ എന്ത് പറയാൻ പറ്റും? CPM കുറേയൊക്കെ അവരെ കണ്ടറിയുന്നുണ്ട്. അവരുടെ വീട്ടിൽ നടക്കുന്നൊരു കല്യാണമായിക്കോട്ടെ, ഏതെങ്കിലും ചടങ്ങുകളാകട്ടെ, പണം ആവശ്യമുള്ളതിന് പണം സംഭരിച്ചു കൊടുക്കും. പാർട്ടി ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സഹകരണ സംഘമാണത്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ കണ്ടല്ലോ, കൊടിസുനിയുടെ കാര്യത്തിലെന്ന പോലെ സംരക്ഷിക്കും. പോലീസും ഇസ്രായേലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളൊന്നും പ്രശ്നമല്ല, അവരവരുടെ ആളിനെ സംരക്ഷിക്കും.
കണ്ടില്ലേ കീജെ എന്നും പറഞ്ഞ കൊലപാതക കേസിലെ പ്രതികളെ പി കെ ശ്രീമതി ടീച്ചർ വരെ ഇവിടെ ചെന്നു, പിന്നെ കെ ശാലിനി ടീച്ചർ വരെ വന്നു. സിന്ദാബാദ് സഖാക്കളെ. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൊണ്ടുപോവുക, അതിൻ്റെ പോലീസുകാർ കൊണ്ടുപോവുക തടവറയിലേക്ക്. ആ സമയത്താണ് മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്കാർ തന്നെ ആവേശം കൊടുത്തുകൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം വേറൊരു പ്രസ്താവന കൂടി നടത്തുകയുണ്ടായി. അതായത് ഇടതുപക്ഷത്തിനകത്ത് തിരുത്തൽ ശക്തിയാണ് CPI. CPI ആരെ തിരുത്തി എന്നാ പറയുന്നത്? ഇത് വലിയൊരു തമാശ. തിരുത്തൽ ശക്തിയാണെന്ന് പറഞ്ഞ് ഈ പാർട്ടിയാണ് ഞങ്ങളെ കൂടെ എടുക്കണേ, ഞങ്ങളെ കല്യാണം കഴിക്കണേ എന്നും പറഞ്ഞ് CPM-നോട് അപേക്ഷിച്ചുകൊണ്ട് നടന്നു. ആ പ്രേമം അങ്ങ് നിരസിച്ചു CPM. വേണ്ട, നിങ്ങളുടെ ജനകീയ ജനാധിപത്യ വിപ്ലവമല്ലേ, അതും കൊണ്ടങ്ങിരുന്നു. അല്ല, ജനകീയമല്ല, ദേശീയ ജനാധിപത്യ വിപ്ലവം. ഞങ്ങളുടേത് ജനകീയ ജനാധിപത്യ വിപ്ലവം. അതുകൊണ്ട് നമ്മൾ രണ്ട് ലൈനാണ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞു. അവരെന്നിട്ടാണ് കേരള കോൺഗ്രസിനെയൊക്കെ കേരള കോൺഗ്രസിനെ കല്യാണം മിന്നുകെട്ടിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ നിക്കാഹിനും വേണ്ടിയിട്ട് ക്ഷണിച്ചത്. CPI പാടെ തൊഴിച്ച് പുറത്താക്കി, പുറംകാലം കൊണ്ട് തൊഴിച്ചു. ഈ CPI നശിച്ചു കാണണമെന്നുള്ളതാണ് CPM-കാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. സത്യം പറയുകയാണ്, CPI സ്വയം ഇല്ലാതാവണം, സ്വയം അതില്ലാതായി തീരണം. കാരണം ഞങ്ങളുടെ ലൈനാണ് കറക്റ്റ്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് എവിടെയാണ്? CPI-യുടെ പഴയ ലൈനിലേക്കാണ്, കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു വൈറ്റ്. പക്ഷേ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഇല്ലാതാകുമെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സത്യം. ഈ DMK-യോ അങ്ങനെ ചില കക്ഷികളുടെ സഹായം കൊണ്ടല്ലാതെ നിലനിൽപ്പില്ലാത്ത ഒരു പങ്കായമില്ലാത്ത പാമരമില്ലാത്ത ഒരു തോണി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി ചിലപ്പോൾ ഗൗരവമായിട്ട്, നമ്മൾ ഈ തമാശ പറഞ്ഞതിനപ്പുറം ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ചയിൽ കരട് പ്രമേയം തയ്യാറാക്കിയത് ബിനോയ് വിശ്വം തന്നെയാണ്. വൻ പരാജയമാണ് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഭൂതപൂർവമാണ് BJP എന്ന് പറഞ്ഞൊരു പ്രശംസ കൊടുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് നേരെ വലിയ വിമർശമാണ് അവർ തൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നെല്ല് സംഭരണത്തിൽ ഈ ഗവൺമെൻറ് പാടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നെല്ല് സംഭരണ വകുപ്പ് ഇരിക്കുന്നത് അവരുടെ മന്ത്രിയുടെ കയ്യിൽ തന്നെ. അല്ലെ, അവരുടെ മന്ത്രിമാരെ എല്ലാം അപ്രസക്തരാക്കിയല്ലോ. 4 വകുപ്പുകളാണുള്ളത്: റവന്യൂവും, കൃഷിയും, ഭക്ഷ്യവും, മൃഗസംരക്ഷണവും. 4 അപ്രസക്തമായി കഴിഞ്ഞു. ഈ നെല്ല് സംഭരണത്തിൽ വൻ പരാജയമാണെന്ന് പറയുന്നത് V പ്രസാദിനെ മുമ്പിലിരുത്തിക്കൊണ്ടാണ് പറയുന്നത്. ചേർത്തലയെന്നല്ലേ? പരിസ്ഥിതി പ്രസാദ്. അതെ, ചേർത്തലയെന്ന് ജയിച്ചാൽ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഈ അല്ല, ഇത് ചർച്ച ചെയ്ത് പാസ്സാവണം. ഇതിപ്പോൾ കരട് പ്രമേയമാണ്. പിന്നെ അതുകൂടാതെ കർഷകരെ ഉദ്ദേശിച്ചാണ്. കർഷക കടാശ്വാസ കമ്മീഷൻ എന്ന് പറയുന്നത് വൻ പരാജയമായി. വളരെ ഈ കർഷകരെ ഉദ്ദേശിച്ചുള്ള, പ്രത്യേകിച്ച് ഓണാട്ടുകര എന്ന് പറയുന്ന കൃഷിക്കാരുടെ സ്ഥലമാണ്. V പ്രസാദിൻ്റെ സ്ഥലം, ജന്മസ്ഥലം അവിടെയാണ്. അവർക്ക് യാതൊരു ആശ്വാസവും കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് ഫലപ്രദമായിട്ട് കഴിഞ്ഞിട്ടില്ല. അതേസമയം CPI-യുടെ VK രാജൻ ഉൾപ്പെടെ CPI-യുടെ മുൻ മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, ഇതിൽ വൻ നേട്ടങ്ങൾ, പുതു മാതൃകകളൊക്കെ അവതരിപ്പിച്ചു. ഇപ്പം മാവേലി സ്റ്റോർ കൊണ്ട് തന്നെ കൊണ്ടുവന്നേരെ ചന്ദ്രശേഖരൻ നായരല്ലേ? അതുകൊണ്ട് ഒന്ന് മാത്രമാണോ, മറ്റേ കൂട്ടുകൃഷി, അതെ, സോഷ്യൽ ഫാമിംഗ്, ഇതൊക്കെ ഐഡിയ കൊണ്ടുവന്നത് VK രാജനല്ലേ? അതുപോലെ VV രാഘവൻ എത്ര നന്നായിട്ട് കേരളം കണ്ടു. ഈവൻ തോറ്റുപോയ VS സുനിൽകുമാർ പോലും ഒരു ആവേശം ഉണ്ടാക്കി, ഒരു തരംഗം ഉണ്ടാക്കി. P പ്രസാദ് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് എന്താ ഡാൻസ് കളിക്കുകയല്ലാതെ എന്ത് കുന്തമായി അയാൾ ചെയ്തിട്ടുള്ളത്? ഒന്നുമില്ലെന്നേ. അപ്പം അത് സ്വയം കഴിവ് കുറവുകൊണ്ട്, പിന്നെ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് നിഷ്പ്രഭരായിരിക്കുന്നു ഇവരുടെ എല്ലാ മന്ത്രിയും. ഓരോരുത്തരായിട്ട് പറയാൻ സമയമില്ല നമുക്ക്. അതുപോലെ തന്നെ വിശാല ഇടതുപക്ഷ ഐക്യം. ഇപ്പോൾ CPI പറയുന്ന ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണിത്. ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബിനോയ് വിശ്വം സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ടുകൂടി മാറി, കാരണം മുദ്രാവാക്യം മാറി. പറയുന്നത് ഇനിയിപ്പോൾ നടക്കില്ല, അത് നിക്കാതെ നടക്കാൻ പോകുന്നില്ല, പിന്നെ ഒരു ആകാമല്ലോ. കൂട്ടാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. എന്താ പറയുന്നത്, ലിവിങ് ടുഗദർ, അതേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനാണ് വിശാല ഇടതുപക്ഷ ഐക്യം എന്നുള്ളതുമായിട്ടാണ് ഈ കരട് പ്രമേയം വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. വിദേശ മദ്യം CPI-യോടല്ല, ഞങ്ങളോടല്ല CPM-ന് പ്രേമം, മറിച്ച് ആരോടാണ്? വിദേശ മദ്യത്തിനോടാണ് ഇപ്പോൾ പ്രേമം. ആ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സർക്കാരിന് വിദേശ മദ്യത്തോടാണ് പ്രേമം. ഇത് ഞാൻ കേട്ട് ചിരിച്ചുപോയി. സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ മദ്യം വാങ്ങിക്കുന്നവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക ഗവൺമെൻറ്. കാരണം ആ കുപ്പിയുണ്ടല്ലോ, അത് തല്ലിപ്പൊട്ടിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ബെവറേജസ് കോർപ്പറേഷൻ, പിന്നെ ഇവിടെ ഏത് കിട്ടുന്ന കൺസ്യൂമർ ഫണ്ട്, അതിൻ്റെ കടകൾക്ക് മുമ്പിലെല്ലാം ആൾക്കാർ അവിടെ തന്നെ നിന്ന് കുടിച്ചിട്ട് കുപ്പി തിരിച്ചു കൊടുത്ത് 20 രൂപയും വാങ്ങിച്ചുകൊണ്ട് പോവുക. ബസ് കൂലിക്കുള്ള പൈസയെങ്കിലും. ഇതാണ് ഇപ്പോഴത്തെ സത്യമല്ലേ അത്?
വാസ്തവമല്ലേ അത്? ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എപ്പോഴും സപ്ലൈ ഉള്ളത് സപ്ലൈകോയിലല്ല, മറിച്ച് എവിടെയാണ്? ബെവ്കോയിലും ഈ കൺസ്യൂമർ ഫെഡിൻ്റെ വിദേശ മദ്യ വിൽപ്പന ശാലകളിലുമാണ്. ഒരിക്കലും അവിടെ ഒരു സാധനത്തിന് ക്ഷാമമില്ല. റേറ്റ് വരെ വെളിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്യൂവിന് ഒരു കുറവുമില്ല. പണ്ട് അപ്പോൾ മാവേലി സ്റ്റോർ അല്ല, വിജയനാഥ് പറഞ്ഞ പോലെ സി ചന്ദ്രശേഖരൻ നായർ എങ്ങനെ മാവേലി സ്റ്റോറുകൾ കൊണ്ടു നടത്തിയിരുന്നോ അതുപോലെ ഇപ്പോൾ ബെവ്കോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും വകുപ്പാരാ ചുമതലയുള്ളത് CPIക്കല്ല. അപ്പോൾ CPIയുടെ നില പിന്നെ അപകടകരമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്ന് തന്നെ പാർട്ടി തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു വിലയിരുത്തലും കൂടെ ഉണ്ട്. കള്ളുചെത്തു തൊഴിലാളികളുടെ ക്ഷേമത്തിനുള്ള ഒന്നും ഉറപ്പുവരുത്തിയിട്ടില്ല. അവർ അന്തിക്കാടെന്ന് പറയുന്ന CPIയുടെ ഒരു വലിയ മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടെ പരാമർശിച്ചുള്ളതാണ് കരട് പ്രമേയം. കരട് പ്രമേയം മിക്കവാറും വലിയ മാറ്റം വരാതെ തന്നെ ചർച്ച ചെയ്യും. ചർച്ചയിൽ വിമർശനം ഉണ്ടാവും. പ്രമേയമായിട്ട് തന്നെ പാസ്സാവാൻ സാധ്യതയുണ്ട്. എന്തായാലും CPI BJPയെ ഒന്ന് പ്രശംസിച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ്. എന്തായാലും അത് BJPയെ കണ്ട് CPI പഠിക്കണം. CPMനെ കണ്ടല്ല പഠിക്കേണ്ടത്. നിങ്ങൾ BJPയെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഗീയത അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല വേണ്ടത്. ചിട്ടയായിട്ട് കേഡർ സമാനമായ പ്രവർത്തനം. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇങ്ങനെ ആദർശ സുലഭിലമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയാലൊന്നും പാർട്ടി വളരില്ല എന്നുള്ള സത്യം ബോധ്യമാവണം. ബിനോയ് വിശ്വം എന്ന് പറഞ്ഞ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഈ കാര്യത്തിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.